ഗുരുകരണത്തിലേക്ക് സ്നേഹവന്ദനം. ഇന്ന് പെന്തക്കോസ്ത സഭയുടെ പിറന്നാൾ ദിനം. ഇത്തരം ദിനങ്ങളിൽ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സഭയുടെ നവീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതൊക്കെ ആയിരിക്കും നമുക്കനുഷ്ഠിക്കാവുന്ന ഏറ്റവും നല്ല ധർമ്മം. പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ അതിനെ കുറേ കൂടി സജീവമാക്കേണ്ടതുണ്ട്, അതിൻ്റെ പ്രസാദത്തെ വീണ്ടെടുക്കേണ്ടതുണ്ട്. വത്തിക്കാൻ കൗൺസിലിന് മുമ്പായിട്ട് തൻ്റെ മഹാദേവാലയത്തിൻ്റെ കൂറ്റൻ ജാലകങ്ങൾ തുറന്നിട്ടുകൊണ്ട് വയോധികനായ ഒരു പോപ്പ് 23-ാം ജോൺ മാർപ്പാപ്പയാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്: വരിക, ഈ ജാലകത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് വീശിയടിക്കുക. അങ്ങനെ എല്ലായിടങ്ങളിലും ദേവാലയത്തിൻ്റെയും ഭവനങ്ങളുടെയും ഒക്കെ ജാലകങ്ങൾ തുറന്നിടാനുള്ള ആഹ്വാനമുണ്ടായി. അത്തരം നാളുകളിൽ ഒരിക്കൽ കൂടി ആ ദൈവത്തിൻ്റെ കാറ്റ് ശക്തമായിട്ട് ഓരോരുത്തരുടെയും ഹൃദയവാതിലുകളിലേക്ക്, ഹൃദയജാലകങ്ങളിലേക്കൊക്കെ വീശട്ടെ. ദൈവത്തിൻ്റെ ആത്മാവിനെ ദൈവത്തിൻ്റെ വിരലെന്നൊക്കെയാണ് ക്രിസ്തു പറയുക. അതൊരു തർക്കമുണ്ടായ സമയത്ത് ക്രിസ്തു പിശാചുക്കളുടെ തലവനായ ബീൽസബൂളിനെ കൊണ്ടാണ് ഉച്ചാടനം ചെയ്യുന്നുള്ള തർക്കമുണ്ടായപ്പോൾ ക്രിസ്തു പുഞ്ചിരിയോടെ പറഞ്ഞു: ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ മക്കൾ എങ്ങനെയാണ് ചെയ്യുക? കാരണം ഭൂമിയുടെ പലയിടങ്ങളിലേക്ക് 70ഓളം വരുന്ന സാർത്ഥവാഹ സംഘം അപ്പോഴേക്ക് യാത്ര ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അവരുടെ വാക്ക് കേട്ടിട്ടൊക്കെ ഇങ്ങനെ സാത്താൻ ഇടിമിന്നൽ കണക്ക് പതിക്കുന്നതൊക്കെ ആയിട്ട് നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അപ്രകാരമാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ മക്കൾ എങ്ങനെയാണ് ചെയ്യുക? എന്നിട്ട് ക്രിസ്തു പറഞ്ഞു: നിങ്ങളുടെ മക്കൾ ചെയ്യുന്നത് നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ കരങ്ങൾ കൊണ്ടാണ്, ഫിംഗർ ഓഫ് ദ ലോർഡ്, ദൈവത്തിൻ്റെ വിരൽ കൊണ്ടാണ്. ഒരുപക്ഷെ പരിശുദ്ധാത്മാവിന് നൽകാവുന്ന ഏറ്റവും നല്ല വിശേഷണം അതാ, ഫിംഗർ ഓഫ് ഗോഡ്. സൃഷ്ടിയിലേക്ക് നയിക്കുന്ന ഒന്ന്, നവീകരിക്കുന്ന ഒന്ന്, കൂട്ട് യാത്ര വരുന്ന ഒന്ന്. മൈക്കലാഞ്ചലോയുടെ ആ വളരെ പ്രസിദ്ധമായ ചിത്രം എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്. ഇങ്ങനെ മണ്ണിൽ കിടക്കുന്ന ആദവും ആദത്തെ തൊടാനായിരുന്ന ദൈവവും. ഒരുപക്ഷെ അതിങ്ങനെ ബൈബിൾ വേദഭാഗത്തിൽ നിരക്കുന്ന ഒരു ചിത്രീകരണമല്ലത്. വേദഭാഗത്തിൽ മനുഷ്യൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത് മണ്ണുകൊണ്ട് മനുഷ്യനെ മെനഞ്ഞുണ്ടാക്കിയിട്ട് ദൈവം അവനെ ആസാരന്തെങ്കിലും ശ്വസിച്ചു എന്നാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല കാട്ടുന്നത്. ഈ വിരലിനെ തൊടാനായിക. ഈ വിരലാണ് ഫിംഗർ ഓഫ് ദ ലോർഡ്, പരിശുദ്ധാത്മാവ്. ജീവൻ തരുന്ന, ശക്തി തരുന്ന, പ്രചോദനം തരുന്ന ആ ഭാവാത്മകമായ എല്ലാ ഇടപെടലുകളെയും വാസ്തവത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലായിട്ട് തന്നെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്. 9 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ഒടുവിലാണ് സംഭവിക്കുന്നത്. നമുക്കറിയാം, സ്വർഗാരോഹണത്തിനും പെന്തക്കോസ്തയ്ക്കും ഇടയിൽ ഇങ്ങനെ ഏകദേശം 9 ദിനങ്ങളുണ്ട്. നൊവേന എന്ന് പറയുന്ന സങ്കല്പം പോലും ആരംഭിക്കുന്നു ഇവിടെ നിന്ന്. അതിനു മുമ്പൊക്കെ ഇങ്ങനെ റോമൻ കൾച്ചറുകളിലൊക്കെ ഇങ്ങനെ 9 ദിവസം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു മറ്റ് രീതികളിലൊക്കെ. പക്ഷെ ഇങ്ങനെ ഒരു ഏകാഗ്രതയോടുകൂടി, ഹൃദയൈക്യത്തോടുകൂടി ഒരേ സ്ഥലത്ത് ഇങ്ങനെ ഇരുന്ന് 9 ദിവസം പ്രാർത്ഥിക്കുന്നതിന് ഇപ്പം വളരെ കോമൺ ആയൊരു ഭക്തി രീതിയുടെ പേരാണ് നൊവേന എന്ന് പറയുന്നത്. അതിൻ്റെയൊക്കെ തുടക്കം വാസ്തവത്തിൽ ഈ പെന്തക്കോസ്ത അനുഭവത്തിൽ നിന്നാണ്. നൊവേന എന്ന് പറയുന്നത്, നവം എന്ന് പറയുന്നതിന് 9 എന്നും അർത്ഥമുണ്ട്, പുതിയെന്നും ഒക്കെ അർത്ഥമുണ്ട്. അത് വളരെ അത്ഭുതകരമായ ഒരു നിരീക്ഷണമാണ്. ഈ 9 എന്നുള്ളതിന് മിക്കവാറും എല്ലാ ഭാഷകളിലും അതിന് സമാനമായൊരു വാക്കിൻ്റെ അർത്ഥം ഈ പുതിയത്, നവീനം എന്നൊക്കെ അർത്ഥം. നവം എന്ന് നമ്മൾ വിളിക്കുന്നത് തന്നെ 9 എന്നും അർത്ഥമുണ്ട്, പുതിയെന്നും അർത്ഥമുണ്ട്. ലാറ്റിനിൽ നോവം എന്ന് പറയുന്നതും അത് തന്നെ. അപ്പം അങ്ങനെ വരുമ്പോൾ വളരെ കൗതുകരമായൊരു ഇതാണ്. 9-ന് ശേഷം ഒരു നവീകരണം സംഭവിക്കുന്നുണ്ട്, എന്തോ പുതിയത് ആരംഭിക്കുന്നുണ്ട്. നോവിസ് എന്നൊക്കെ പറയുന്ന വാക്കുമൊക്കെ ഇതിനകത്ത് തന്നെയാണ് വരുന്നത്. 9 എന്തോ ഇങ്ങനെ നിത്യതയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. അതിന് ശേഷം മനോഹരമായത് എന്തോ സംഭവിക്കുന്നു. നമുക്കറിയാം, ഭൂമിയിൽ ഏറ്റവും മനോഹരമായ കാര്യം സംഭവിക്കുന്നത് ഒരു 9-ന്റെ പ്രതീകത്തിന് ശേഷം. എന്താണത്? ഗർഭപാത്രത്തിൽ മയങ്ങിക്കിടന്നിരുന്ന നമ്മൾ 9 മാസങ്ങൾക്ക് ശേഷം പുറത്തു വരുന്നു. ആ മനുഷ്യൻ അവൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ പാർത്തിരുന്ന ആ 9 മാസക്കാലം, എല്ലാത്തിനും ശേഷം ആ 9 ദിവസങ്ങളുടെ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം മനോഹരമായ ചില കാര്യങ്ങൾ സംഭവിക്കുന്നു. ഈസ്റ്ററിനും പെന്തക്കോസ്തയ്ക്കും ഇടയിൽ 50 ദിവസങ്ങളാണ്. 50 ദിവസം എന്നൊക്കെ പറയുന്നത് വലിയ പക്വതയുടെ, അല്ലെങ്കിൽ 50 എന്ന് പറയുന്ന സംഖ്യ തന്നെ വലിയ പക്വതയുടെ അടയാളമൊക്കെ ആയിട്ട് ഗണിക്കപ്പെടുന്നുണ്ട്. 50 എല്ലാ സംസ്കാരങ്ങളും ഇങ്ങനെ വലിയൊരു മെച്യൂരിറ്റിയുടെയൊക്കെ പ്രതീകമാണ്. ഇത് വ്യക്തികൾക്കൊക്കെ വേണമെങ്കിൽ തങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവർക്കറിയാം, ആഫ്റ്റർ 50s എന്ന് പറയുന്നത് വളരെ പ്രകാശമുള്ള, അല്ലെങ്കിൽ വളരെയേറെ പക്വതയുള്ള, വളരെ കൃത്യമായ നിലപാടുകളുള്ള, സംയമനമൊക്കെ ഉള്ളൊരു കാലമാണ്. അപ്പോൾ ആ 50 ദിവസങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ 9 ദിവസത്തെ പ്രാർത്ഥനകൾക്ക് ശേഷം പെന്തക്കോസ്ത അനുഭവം ഉണ്ടാവുകയാണ്. നിറയെ പകിട്ടുള്ള
വർണ്ണങ്ങൾ കൊണ്ടാണ് ആ പെന്തക്കോസ്ത അനുഭവത്തെ ലൂക്ക ചിത്രീകരിക്കുന്നത്. നമുക്ക് നേരത്തെ നമ്മൾ ചിലപ്പോഴൊക്കെ സൂചിപ്പിക്കുന്ന കണക്ക് ലൂക്കായുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ലൂക്ക ചിത്രകാരനാണ്. ഒരു ചിത്രകാരൻ എന്ന നിലയിൽ ഓരോ കാര്യങ്ങളെയും ഏറ്റവും മനോഹരമായിട്ട് ചിത്രീകരിക്കാനായിട്ട് അയാൾക്ക് പറ്റുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ പെന്തക്കോസ്ത അനുഭവത്തെ വളരെ ഭംഗിയായിട്ടാണ് ഒരു ചിത്രത്തിൽ എന്ന കണക്കാണ് വരച്ച് കാട്ടുന്നത്. ആദ്യം വലിയൊരു കൊടുങ്കാറ്റിൻ്റെ ആരവുണ്ടായെന്നാണ് പറയുക. പിന്നീട് ഓരോരുത്തരുടെയും ശിരസിലായിട്ട് ഇങ്ങനെ തീനാളങ്ങൾ എഴുന്നു നിന്നു. ഇന്നും എക്കാലവും ഏറ്റവും ശക്തമായ പരിശുദ്ധാത്മാവിൻ്റെ മെറ്റഫറാണ് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ. ഒന്ന് കാറ്റെന്ന് പറയുന്നത്, മറ്റേത് ഉള്ളിലെ കനലിനെ ജ്വലിപ്പിക്കുന്ന ഒന്ന്, കാറ്റിങ്ങനെ ചലിപ്പിക്കുന്ന ഒന്ന്. കൊടുങ്കാറ്റ് വീശെന്നൊക്കെ പറയുക. എൻ്റെ ഒരു ആത്മീയതരൊക്കെ കുറച്ച് ഒരു സന്ദേഹത്തിൻ്റെ ഘട്ടങ്ങളിൽ ഈ ദൈവാനുഭവം എന്നൊക്കെ പറയുന്നത് വളരെ സൗമ്യമായിട്ട് സംഭവിക്കേണ്ട ഒന്നായിട്ട് ഞാൻ ഗണിച്ചിട്ടുണ്ട്. അതിന് ഞാൻ ഉപയോഗിച്ചിരുന്ന ടെസ്റ്റ് വായിച്ചുകൊണ്ടിരുന്ന ഒരു പാഠഭാഗം എന്ന് പറയുന്നത് ആ ഏലിയായുടെ എന്നുള്ള വലിയ കൊടുങ്കാറ്റുണ്ടായി, കൊടുങ്കാറ്റിൽ ദൈവമില്ലായിരുന്നു. ഭൂകമ്പം ഉണ്ടായി, ഭൂകമ്പത്തിൽ ദൈവമില്ലായിരുന്നു. വീണ്ടും എപ്പോഴും ഒരിളങ്കാറ്റ് വീശി അതിനകത്ത് നിന്ന് വെളിമുഴങ്ങി പ്രവാചക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏറ്റവും സൗമ്യമായിട്ട് വരേണ്ട ഒന്നാ ദൈവം. പക്ഷെ നമ്മുടെ സങ്കല്പങ്ങളിൽ ഒതുങ്ങുന്നതല്ല ദൈവമെന്ന് ഒരുപക്ഷെ കുറച്ചുകൂടി മുമ്പോട്ടുള്ള യാത്ര എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിന് ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഇടപെടാനായിട്ട് എന്തുമാത്രം മാർഗങ്ങൾ ഉപയോഗിക്കാം. പഴയ നിയമത്തിൽ അത് ഇളങ്കാറ്റിലാണെങ്കിൽ പുതിയ നിയമത്തിൽ അത് കൊടുങ്കാറ്റായിട്ട്. എൻ്റെ ഈ കൊടുങ്കാറ്റൊക്കെ അർത്ഥം വല്ലാതെ ഉലക്കുന്ന ഒന്നാണ്. ഒരു കൊടുങ്കാറ്റ് വീഴ്ചയാൽ മാത്രമേ നിങ്ങളിപ്പോൾ ചവിട്ടി നിൽക്കുന്ന മണ്ണിൽ നിന്ന് നിങ്ങളെ പറിച്ചിടാൻ പറ്റൂ. നിങ്ങളിപ്പോൾ ഒരുങ്ങിയിരിക്കുന്ന ചാട്ടുകളിൽ നിങ്ങൾക്ക് വിടുതൽ തരാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ വേരൂന്നുകളിരിക്കുന്ന ചില തെറ്റായ ധാരണകൾക്കും നിങ്ങൾക്ക് വിടുതൽ തരാൻ പറ്റും, മോക്ഷം തരാൻ പറ്റും. അപ്പോൾ ശക്തമായ കൊടുങ്കാറ്റ് വീശിയ ഒരുപക്ഷെ ഈ ഒരു കൊടുങ്കാറ്റിൻ്റെ അഭാവം കൊണ്ടൊക്കെ ആയിരിക്കണം നമ്മൾ മീഡിയമൊക്കെ ക്രിസ്ത്യാനിറ്റി എന്നുള്ള പോട്ടെ, തണുപ്പോ ചൂടോ ഇല്ലാത്ത ക്രിസ്ത്യാനിറ്റി എന്നുള്ള പോട്ടെ, ആ തണുപ്പോ ചൂടുള്ള ജീവിതം പോലും നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തോ ഒന്ന് വീശേണ്ടതുണ്ട്, അല്ലെങ്കിൽ വല്ലാതെ സ്റ്റാഗ്നൻ്റ് ആയിട്ട് ജീവിതം നിന്ന് പോകും. അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ അറിവുകൾ കൊണ്ടും നമുക്കിങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. വളരെ കൃത്യമായിട്ട് ക്രിസ്തുവിന് അറിയാവുന്നൊരു കാര്യമുണ്ട്, അറിവുകൾ നമ്മൾ രക്ഷിക്കില്ല. അറിവുകൾ നമ്മൾ രക്ഷിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഏറ്റവും നന്നായിട്ട് രക്ഷ കിട്ടേണ്ട മനുഷ്യർ അവിടുത്തെ അപ്പോസ്തലന്മാരായിരുന്നു. എന്നിട്ടോ അത്തരം അറിവുകൾ അവരെന്താ രക്ഷിച്ചത്? ക്രിസ്തുവിനെ കണക്ക് ഒരാളുടെ ഗുരുമുഖത്തിരുന്ന് പാഠങ്ങൾ പഠിക്കാനുള്ള ഭാഗ്യമുണ്ടായിട്ട് പോലും നമുക്കറിയാം അറിവിൽ വളരെ അവർ ശിശുക്കളായിരുന്നു. സുവിശേഷമൊക്കെ അവസാനിക്കുമ്പോൾ ഈശോ തിബേരിയസ് കടപ്പുറത്ത് നിന്ന് അവരെ വിളിക്കുന്ന കണക്ക് കുഞ്ഞുങ്ങളെന്നൊരു വാക്ക് ഉപയോഗിക്കുന്നത്, ശിഷ്യരെന്നുള്ള വാക്കുമല്ല ഉപയോഗിക്കുന്നത്. അതിനർത്ഥം ഇൻഫൻസാണ്. അപ്പോൾ നമ്മുടെ അറിവുകൾ നമ്മൾ രക്ഷിക്കുന്നില്ല. കോടാനുകോടി മനുഷ്യരോട് നിങ്ങൾ ഒരുപക്ഷെ വലിയ കൺവെൻഷൻ പന്തലുകളിൽ നിന്ന് സകലരോടും ക്ഷമിക്കാനൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ജീവിത പങ്കാളിയോടോ കുറുമ്പ് കാണിച്ച് കുഞ്ഞിനോടോ പോലും പുറക്കാൻ പറ്റാതെയൊക്കെ പോകുമ്പോൾ നമ്മൾ കഠിനഭാരത്തോടെ അറിയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ അറിവുകൾ നമ്മൾ രക്ഷിക്കില്ല. അതുകൊണ്ടാണ് വളരെ വ്യക്തമായിട്ട് സ്വർഗാരോഹണത്തിന് മുമ്പായിട്ട് ക്രിസ്തു പറയുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം വരുന്നവരെ നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്. അത്യുന്നതിൻ്റെ ശക്തി ആവശ്യിക്കുന്നവർ നമ്മൾ ജെറുസലേം വിട്ട് പോകും. അപ്പം ഇങ്ങനെ അറിവിനിണങ്ങിയ മട്ടിൽ വ്യാപരിക്കാനായിട്ട് കർമ്മത്തിലായിരിക്കാനായിട്ടുള്ള ഊർജത്തിൻ്റെ പേരാ പരിശുദ്ധാത്മാവ്. മിക്കവാറും നമ്മുടെ ഒരു പ്രശ്നം ഈ പരിശുദ്ധാത്മാവ് അനുഭവത്തിൻ്റെ അഭാവം തന്നെ. വാക്കിനും കർമ്മത്തിനും ഇടയിലൊക്കെ ഇങ്ങനെ ജീവിതത്തിനിടയിൽ വലിയ അകലം ഉണ്ടാകാൻ കാരണം അതാ. ചെറിയ അകലങ്ങളൊക്കെ നമുക്കിങ്ങനെ കണ്ണടച്ച് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ മനുഷ്യൻ ഇത്രയും വലിയ അകലം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അങ്ങനെ വരുമ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവുമായി ബന്ധപ്പെട്ട ആ രണ്ട് പ്രതീകങ്ങളിൽ ആ കൊടുങ്കാറ്റെന്ന് പറഞ്ഞ പ്രതീകത്തെ നല്ലതുപോലെ എടുത്ത എന്നല്ല, ഒലക്കുന്ന ഒന്നാ, എടുത്തു മാറ്റുന്ന ഒന്നാ, നിങ്ങൾ പോലും വിചാരിക്കാത്ത ദൂരത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്ന ഒന്നാ. ഈ ദൈവത്തിൻ്റെ കാറ്റിൽപ്പെട്ട് ജീവിക്കാനൊക്കെ പറയുന്നത് എത്ര നല്ലതാണ്. നടപടി പുസ്തകമൊക്കെ അത്തരം അനുഭവങ്ങളുടെ സഞ്ചിത രൂപമാണ്, സമാഹാരമാണ്. കാരണം ഉടനീളം നമ്മൾ വായിച്ചു കേൾക്കുന്ന ഒരു വാക്കാണ് ആത്മാവ് അവരെ കൂട്ടിക്കൊണ്ടുപോയി. ഇനി എടുത്തുകൊണ്ടൊക്കെ പോയി. പഴയ നിയമത്തിലൊക്കെ ചില പ്രവാചകന്മാരൊക്കെ ഇങ്ങനെ ആ ദൈവത്തിൻ്റെ രഥം വന്ന് കൊണ്ടുപോകാനൊക്കെ പറയുന്നതാണൊക്കെ ഇങ്ങനെ പാവപ്പെട്ട കുറേ മുക്കുവരെ, പാവപ്പെട്ട കുറേ മരപ്പണിക്കാരെയൊക്കെ ഇങ്ങനെ ദൈവാത്മാവ് കൂട്ടിക്കൊണ്ടു പോവുക. ഒരിടത്ത് പോലും നമ്മൾ വായിക്കുന്നില്ല അവർ എവിടേക്കെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ഒരുമിച്ച് യോഗം കൂടിയിട്ട് അവിടേക്ക് പോകാൻ തീരുമാനിച്ചത്. ആത്മാവ് അവർ കൂട്ടിക്കൊണ്ടുപോയി. അതിൻ്റെ അർത്ഥം വെറുതെ ഈ കാറ്റത്തെ ഒരു പട്ടം കണക്ക് അവർ ജീവിച്ചു. കഷ്ടിച്ചൊരു ചരട് മാത്രം കൈവശമുണ്ട്. ഈ പട്ടത്തെ കൂട്ടിക്കൊണ്ടുപോകുന്ന ആത്മാവ്. ഒഴുക്കിലൊരു ഇല കണക്ക് അവർ ജീവിച്ചു. കൊണ്ടുപോകുന്നതൊക്കെ ഒഴുക്കുക. ആ വലിയ പ്രവാഹത്തിൽ, ആ വലിയ ചലനത്തിലായിരിക്കുക എന്നുള്ളതാണ് ഈ പെന്തക്കോസ്ത അനുഭവത്തിൻ്റെ ഒന്നാമത്തെ തലം. രണ്ടാമതായിട്ട് അഗ്നിനാളങ്ങൾ എഴുതി നിന്നും. അഗ്നി എന്ന് പറയുന്നത് ഇങ്ങനെ ആകാശം തരുന്ന, ജലം ഭൂമി തരുന്നു, അഗ്നി ആകാശം തരുന്നുണ്ട്. നിങ്ങൾക്കറിയാം എല്ലാ മതസങ്കല്പങ്ങളിലും അഗ്നി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അടയാളമാണ്. പല മതങ്ങളിലും അഗ്നി എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. അഗ്നിദേവൻ എന്നൊക്കെ പറയുന്നു പ്രതീകം എടുക്കുക.
ഭാരതീയ സംസ്കാരത്തിൽ മിക്കവാറും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന അഗ്നിയെ സാക്ഷിയായി നിർത്തിക്കൊണ്ടാണ്. കാരണം അഗ്നി ദൈവത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒന്നാണ്, ശുദ്ധമായ ഒന്നാണ്. നമ്മളിടയ്ക്കൊക്കെ വായിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്ന കണക്ക് പഞ്ചഭൂതങ്ങളാണ്. അതിങ്ങനെ ഇതിനകത്ത് ബാക്കി എല്ലാത്തിൻ്റെയും ഒരു പ്രശ്നം, അവ പലതിനെയും ശുദ്ധീകരിക്കുമ്പോൾ അത് സ്വയം മലിനമാകുന്നു. ജലം ശുദ്ധീകരിക്കുന്നു, പക്ഷേ ജലം ഓവെള്ളം കണക്ക് കലങ്ങുന്നു. വായു ശുദ്ധീകരിക്കുന്നുണ്ട്, പക്ഷേ പെട്ടെന്ന് അതിൻ്റെ ഗന്ധം പെട്ടെന്ന് ദുർഗന്ധമായിട്ട് മാറുന്നു. ഇങ്ങനെ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്രശ്നമുണ്ട്. അതെന്തിനേയുമൊക്കെ ശുദ്ധീകരിച്ച് കഴിയുമ്പോൾ അത് സ്വയം മലിനപ്പെടുന്നു. പക്ഷേ സ്വയം മലിനപ്പെടാതെ സകലത്തിനെയും ശുദ്ധീകരിക്കുന്ന ഒന്നിൻ്റെ പേരാണ് അഗ്നി. അത് വലിയ പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ അഗ്നിൻ്റെ മൊമെൻ്റം ഒക്കെ ഇങ്ങനെ മുകളിലോട്ടാണ്. ഭൂമിയിലെ എല്ലാത്തിൻ്റെയും ഈ ചലനം എന്ന് പറയുന്നത് താഴോട്ട്, ജലം താഴോട്ട് പോകും. ജലം മാത്രമല്ല, ഭൂമിയിലെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ താഴോട്ടാണ് ഉരുണ്ട് പോവുക, ഇത് മുകളിലേക്ക് പോകുന്നു. അപ്പോൾ ഇങ്ങനെ വലിയ അനുഗ്രഹത്തിൻ്റെ, മനുഷ്യാതീതമായ എന്തിൻ്റെ, ഭൗമാതീതമായ എന്തിൻ്റെയൊക്കെ പ്രതീകമാണ് ഈ അഗ്നി എന്ന് പറയുന്നത്. അപ്പോൾ അഗ്നിനാളങ്ങൾ എഴുന്നു വന്നു വലിയ ശുദ്ധീകരണത്തിലേക്ക് നയിക്കുന്ന പ്രക്രിയ. അപ്പോൾ ചലിക്കുന്ന മനുഷ്യര്, ശുദ്ധിയുള്ള മനുഷ്യര്. ക്രിസ്ത്യാനിറ്റിക്ക് ഇതിനേക്കാൾ വലിയ ഒരു വ്യാഖ്യാനം എന്ത് വേണം? നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർ, ഇങ്ങനെ ഓരോടത്തൊന്നിലും കുരുങ്ങി പോകുന്നില്ല അവർ. ഇത്തിരി എഴുതുന്നവർക്കൊക്കെ അറിയാവുന്നൊരു വാക്കാണ് ഈ റൈറ്റേഴ്സ് ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു വാക്ക്. ചിലപ്പോൾ ഓർക്കാറുണ്ട്, 2 കൈ കൊണ്ട് എഴുതുന്ന സമയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്നൊരു ദിവസം ഒരു വരി പോലും എഴുതാൻ പറ്റുന്നില്ല. അത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ഈ റൈറ്റേഴ്സ് ബ്ലോക്ക്. റൈറ്റേഴ്സ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇന്നിപ്പോൾ അതിനും എഴുത്തിൽ മാത്രമല്ല പലതിൽ ഉപയോഗിക്കുന്നുണ്ട്. സ്നേഹത്തിൽ റൈറ്റേഴ്സ് ബ്ലോക്ക് സംഭവിക്കുന്നുണ്ട്. ഒത്തിരി സ്നേഹിച്ചിരുന്ന മനുഷ്യർ പെട്ടെന്നൊരു ദിവസം സ്നേഹം നിലച്ചു പോവുകയാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ചിലരൊക്കെ ഇങ്ങനെ വാവിട്ട് കരയുന്നത്, എനിക്ക് സ്നേഹം തോന്നുന്നില്ല, ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ഇങ്ങനെ എല്ലാത്തിനകത്തും ജീവിതം പെട്ടെന്ന് സ്റ്റാഗ്നൻ്റ് ആയിട്ട് പോകുമ്പോൾ ചലിപ്പിക്കാൻ ഒരാൾ, ജ്വലിപ്പിക്കാൻ ഒരാൾ. ഇതിൻ്റെ പേരാണ് പെന്തക്കോസ്ത് അനുഭവം. അതിനുശേഷം സംഭവിച്ച ആ ഒരു വ്യത്യാസങ്ങളെയൊക്കെ വളരെ നന്നായിട്ട് ലൂക്ക പറയുന്നുണ്ട്. ഒരു പുതിയ ഭാഷകൾ സംസാരിച്ചു തുടങ്ങി. പെട്ടെന്ന് നമ്മുടെ ചിന്ത പോകുന്ന പഴയ നിയമത്തിലേക്ക്. ആ ഒരു മനുഷ്യൻ്റെ അഹന്ത ബാബേൽ കണക്ക് ഉയർന്നപ്പോൾ, ഗോപുരം കണക്ക് ഉയർന്നപ്പോൾ ഇങ്ങനെ ഓരോ ദിവസവും പുതിയ പുതിയ ഈ കെട്ടിപ്പൊക്കെ നഗരങ്ങളിലൊക്കെ ഇപ്പോൾ ഫ്ലാറ്റുകൾ ഉയർന്ന കണക്ക് ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുക ഒരു ഗോപുരം. എന്നിട്ട് അവർ വിചാരിക്കുകയാണ് ഇതിൻ്റെ ഒടുവിൽ നമുക്ക് സ്വർഗമായിട്ട് ബന്ധിക്കാം, സ്വർഗത്തെ തൊടാം. അങ്ങനെ എവിടെയോ വെച്ച് ആ കെട്ടിട നിർമ്മാണത്തിൻ്റെ വേളയിൽ വെച്ച് ദൈവം അവരുടെ ഭാഷയെ ചിതറിക്കുന്നു. ഭാഷയെ ചിതറിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. ഒരു വെറുതെ കുഞ്ഞുങ്ങൾക്കൊക്കെ സങ്കല്പിക്കാവുന്ന ഒരു തമാശ കൂടിയത്. ഒരു പണിസ്ഥലത്ത് വെച്ചിട്ട് ഒരേ ഭാഷ സംസാരിച്ചു തുടങ്ങിയ അവരുടെ ഭാഷ ചിതറിക്കപ്പെട്ട എന്ത് ചെയ്യും? ഒരാൾ ഈ ഉപകരണം കൊണ്ടുവരാനായിട്ട് പറയുമ്പോൾ മറ്റയാൾക്ക് മനസ്സിലാകും, അയാൾ വേറൊരു ഉപകരണം കൊണ്ടുവരുന്നു. ഒരു സെക്കൻഡ് പണി മുമ്പോട്ട് പോവില്ല. അപ്പം മാനവരാശിയുടെ ആ മുഴുവൻ ചലനങ്ങൾ, ആ കർമ്മനിരത എന്ന് പറയുന്ന ഒരു ഫാക്കൽറ്റി തകർന്നു പോയത് ഈ ഭാഷ ചിതറപ്പെട്ടപ്പോഴാണ്. ഈ ഭാഷ ചിതറപ്പെടുന്ന അനുഭവങ്ങൾ എല്ലായിടത്തും ഉണ്ട്. നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന പരാതി ഏതാ? വീടുകളിലൊക്കെ നമ്മൾ നിരന്തരം കേൾക്കുന്ന പരാതി എന്താണ്? ഞാൻ പറയുന്നത് എന്താ, നിനക്ക് മനസ്സിലാവാത്തത് എന്താ? പറയുമ്പോൾ നമ്മൾ രണ്ടുപേരും പറയുന്ന മലയാളമായിരിക്കും, പക്ഷെ എന്തുകൊണ്ടാണ് എൻ്റെ ഭാഷ മനസ്സിലാകാതെ പോവുക? അപ്പോൾ അത് ഈ ബാബേൽ എന്ന് പറയുന്ന ഒരു അനുഭവത്തിൻ്റെ വല്ലാത്ത കെണിയിലാണ് ഈ മുഴുവൻ ലോകം. ഒരാൾക്കും വേറെ ആളുടെ ഭാഷ മനസ്സിലാവുന്നില്ല. യാചകരുടെ ഭാഷ മുതലാളിക്ക് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഭാഷ അപ്പന് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ തിരിച്ചുമൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെ വല്ലാതെ ഭാഷ എതിരിക്കപ്പെട്ട ലോകം. ഒരു ഭാഷ എതിരിക്കപ്പെട്ട ലോകത്തിന് അധികം കാലം മുമ്പോട്ട് പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ പെന്തക്കോസ്ത് എന്ന് പറയുന്നത് ഈ ഭാഷകൾ ഒന്നിക്കുക. അവർ പുതിയ ഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി. എന്നിട്ടോ ഇവർ സംസാരിച്ച് തുടങ്ങിയപ്പോൾ ഇവരുടെ നാട്ടുകാർ പറയുന്നത് ഇങ്ങനെയാണ്, നമുക്കറിയാം ഇവർ ഈ നാട്ടിലുള്ള ആൾക്കാർ തന്നെയാണ്, ഇവർ ഈ ഗലീലയുടെ തീരത്തുള്ള മനുഷ്യർ തന്നെയാണ്, പക്ഷേ ഇവർ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് നമുക്കെങ്ങനെ നമ്മുടെ ഭാഷയിൽ മനസ്സിലാവുക? അതിന് മനസ്സിലാവണമെങ്കിൽ പെന്തക്കോസ്ത് തന്നെ വേണം. ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിക്കാറുണ്ട്, ചിലപ്പോഴൊക്കെ എങ്കിലും ഈ ചില പ്രഭാഷണങ്ങൾ ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോൾ നമുക്ക് പോലും ദുർഗ്രാഹ്യമായ ചില കാര്യങ്ങളൊക്കെ പറയേണ്ട ബാധ്യത വരുന്നുണ്ട്. അല്ലെങ്കിൽ പറഞ്ഞു തുടങ്ങുമ്പോൾ അത് നമുക്ക് പോലും കൺവിൻസിങ് ദുർഗ്രാഹ്യമല്ലാതെ ഒക്കെ ആയിട്ട് നമ്മൾ വല്ലാതെ കുഴഞ്ഞു നിൽപ്പുണ്ട്. അപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യൻ ഇങ്ങനെ കണ്ണ് നിറഞ്ഞും എന്ത് ചെയ്യുന്നുണ്ട്, കൈകൂപ്പിയും ഒക്കെ ഇരിക്കുന്ന കാണുമ്പോൾ എനിക്ക് തോന്നുന്നു വെറുതെ ഒരു ആൾ സംസാരിക്കുമ്പോൾ പോലും ഈ പരസ്പരം മനസ്സിലാവണമെങ്കിൽ പെന്തക്കോസ്താന്ന് ഒരു അനുഭവം ആവശ്യമുണ്ട്. അല്ലെങ്കിൽ പറയുന്ന ആൾക്ക് പോലും പിടുത്തം കിട്ടാത്ത കാര്യങ്ങൾ കേൾക്കുന്നവർക്ക് എങ്ങനെ പിടുത്തം കിട്ടുക? അപ്പോൾ അത് വലിയ അനുഭവം, ആ ഭാഷ. അപ്പോൾ ബാബേൽ എന്ന് പറയുന്ന ആ ഭൂമിയെ ചിതറിച്ച് കളഞ്ഞ അനുഭവത്തിൽ നിന്ന് ഭൂമിയെ ഏകാഗ്രമാക്കുന്ന, ഭൂമിയെ 1 യൂണിറ്റ് ആക്കുന്ന ആ ലോകം എന്നൊക്കെ പറഞ്ഞു. ഇപ്പോഴത്തെ നമ്മുടെ ഈ കച്ചവട കാലം പറയുന്ന കണക്ക് ഇങ്ങനെ ഒറ്റ ഗ്രാമമായിട്ട് ലോകം മാറുന്ന സങ്കല്പത്തിലല്ല, വളരെ പോയറ്റിക്കായിട്ട് വളരെ ദൈവികമായിട്ടൊക്കെ ലോകം ഒറ്റ ഗ്രാമമായിട്ട് മാറുന്നൊരു അനുഭവത്തിൻ്റെ പേരാണ് പെന്തക്കോസ്ത് എന്ന് പറയുക. പിന്നെ രസകരമായൊരു കമൻ്റുണ്ട്. ഇവരുടെ ഈ ഒരു പുതിയ രീതി, പുതിയ ഭാഷ, ഇവരുപയോഗിക്കുന്ന പുതിയ മൂല്യക്രമങ്ങളൊക്കെ കണ്ടിട്ട് ആരോ വിളിച്ചു പറയുന്നുണ്ട്, ഇവർ പുതുവീഞ്ഞ് കുടിച്ചവരാ, ലഹരി പിടിച്ചവരാ.
അത് വാസ്തവത്തിൽ നല്ലൊരു കോംപ്ലിമെൻ്റാണ്. വാസ്തവത്തിൽ ഇവർ മദ്യപിക്കുന്ന അർത്ഥത്തിലൊന്നുമല്ല അവർ പറയുന്നത്, മറിച്ച് ഇവർ കൈമാറാൻ പോകുന്ന ഈ പുതുവീഞ്ഞെന്ന് പറയുന്നത് നമുക്ക് പരിചയമില്ലാത്ത വീഞ്ഞ. ഇതിനു മുമ്പൊക്കെ ക്രിസ്തു തന്നെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ആ പുതിയ വീഞ്ഞ് പഴയ തോൽക്കൂടത്തിൽ സൂക്ഷിക്കാൻ പാടില്ലെന്നും പറഞ്ഞുകൊണ്ട് ക്രിസ്തു ഭൂമിക്ക് കൈമാറിയ ആ ദൈവാനുഭവത്തിൻ്റെ പേരാണ് പുതുവീഞ്ഞ്. എന്താ പുതുവീഞ്ഞിൻ്റെ പ്രത്യേകത? അതിങ്ങനെ ഉപാധികളില്ലാത്ത സ്നേഹം, വ്യവസ്ഥകളില്ലാതെ എന്താ പറയുന്ന പൊറുക്കാൻ പറ്റുന്ന മനുഷ്യരെ, ഇങ്ങനെ ഒരിക്കലും അവസാനിക്കാത്ത കരുണയുള്ള മനുഷ്യരെ, എന്തിനെങ്കിലൊക്കെ വേണ്ടി സഹിക്കാൻ തയ്യാറുള്ള മനുഷ്യരെ, ഇങ്ങനെ എൻ്റർലി പുതിയതായിട്ടുള്ള ഒരു വീഞ്ഞാണ് ക്രിസ്തു ഭൂമിക്ക് കൈമാറിയത്. ആ പുതുവീഞ്ഞാണ് ഈ ശിഷ്യരും കൈമാറാൻ പോകുന്നത്. നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു പഴയ സംഭവം കൂടി മനസ്സിലേക്ക് ഓർമ്മ വരുന്നുണ്ടാകും. ഈശോയുടെ ആദ്യത്തെ അത്ഭുതം അതും ഈ വീഞ്ഞുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വെള്ളം വീഞ്ഞാകുക എന്നൊക്കെ പറയുന്നത് വളരെ കൃത്യമായിട്ട് ഇങ്ങനെ ആത്മപൂരിതമായ ജീവിതം എന്നാണ് എൻ്റെ അർത്ഥം. വെള്ളത്തിന് കുഴപ്പമില്ല, അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അതിനകത്ത് ഇങ്ങനെ ബബിൾസ് ഉണ്ടാകണമെങ്കിൽ, അതിനകത്ത് ഇങ്ങനെ ജീവിതം തുള്ളിത്തുടിച്ച് നിൽക്കണമെങ്കിൽ, ജീവിതം ഇങ്ങനെ നൊരയണമെങ്കിൽ പെട്ടെന്ന് ഈ വെള്ളം വീഞ്ഞായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടേണ്ടതുണ്ട്. അപ്പോൾ വെള്ളം കൺവേർട്ട് ചെയ്യപ്പെടുന്നത് പോലും ഈ ആത്മപൂരിതമായ ജീവിതമാണ്. അപ്പോൾ ഈ മനുഷ്യരുടെ ജീവിതം കണ്ടിട്ട് അവരുടെ കാലം ഇങ്ങനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഇവർ പുതുവീഞ്ഞ് കുടിച്ചവരെ കണക്കിരിക്കുന്നു. നമ്മുടെ മെലങ്കോളിക്കായ ജീവിതം, നമ്മുടെ വിഷാദം പുരണ്ട മുഖം, നനവില്ലാത്ത കണ്ണ്, ഇതൊക്കെ ആത്മപൂരിതമായ ജീവിതത്തെക്കുറിച്ചാണോ ഭൂമിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ പെന്തക്കോസ്തയിൽ നിന്നുകൊണ്ട് നമ്മൾ ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് അനുഭവം കൂടി ഒന്ന് വായിച്ചിട്ട് ആ സഭയുമായി ബന്ധപ്പെട്ട് കുഞ്ഞു പ്രാർത്ഥനയിൽ ഈ വിചാരങ്ങൾ അവസാനിപ്പിക്കാവുന്നേ ഉള്ളൂ. ക്രിസ്തുവിൻ്റെ പെന്തക്കോസ്ത അനുഭവം എന്താണ്? സ്നാനം കഴിഞ്ഞ് ക്രിസ്തു ഇങ്ങനെ ജലത്തിൻ്റെ ഉപരിതലത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിച്ചു കേൾക്കുന്നു, ഇങ്ങനെ സ്വർഗം തുറക്കുന്ന. സ്വർഗം തുറക്കുക എന്ന് പറയുന്ന അർത്ഥം എന്താണ്? ഈ മനുഷ്യനും ഈ പറയുന്ന പരമചൈതന്യത്തിനും ഇടയിലായിട്ടുള്ള ഒരു വലിയൊരു എന്താ പറയുക തിരശീലയുടെ പേരാണ് ആകാശം. ഇത് സങ്കല്പമാണ്. അങ്ങനത്തെ തിരശീലയില്ലല്ലോ, കാരണം ഇല്ലാത്ത ഒന്നിൻ്റെ പേരാണ് ആകാശം എന്ന് പറയുന്നത്. പക്ഷേ കാലാകാലങ്ങളായിട്ട് കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ട് ഈ തിരശീലക്കപ്പുറമാണ് ദൈവം. പക്ഷേ ഈ ഒരു ശുദ്ധീകരണ അനുഭവത്തിന് ശേഷം, ഈ ഒരു ജോർദാൻ അനുഭവത്തിന് ശേഷം ഒരു പെന്തക്കോസ്ത അനുഭവം കാത്തു നിൽക്കുകയാണ്. സ്വർഗം തുറക്കുക. അതിൻ്റെ അർത്ഥം ശുദ്ധമായ ജ്ഞാനത്തിലേക്ക് ക്രിസ്തു ഉണരുക. ആ ശുദ്ധമായ ജ്ഞാനത്തിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവുള്ള ജീവിതം. ഒരാൾക്ക് എല്ലാത്തിനെയും കുറിച്ചും ധാരണ കിട്ടുന്നു, അയാളുടെ മറകളൊക്കെ നീക്കപ്പെടുന്നു. അതിനുശേഷം നമ്മൾ വായിച്ചു കേൾക്കുന്നു, പ്രാവ് ഇങ്ങനെ പറന്ന് അവൻ്റെ മുകളിലേക്ക് വരിക, ശിരസിന് മുകളിലേക്ക് വരിക. പ്രാവ് എപ്പോഴും ആ ശാന്തിയുടെയൊക്കെ അടയാളം, സമാധാനം. ഈ ജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്ന ശാന്തിയാണ് അഭിഷേക ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം. ഒരാൾക്ക് ലഭിക്കുന്ന ഒരു ജ്ഞാനം, ആ ജ്ഞാനത്തിൽ നിന്ന് അയാൾ അനുഭവിക്കുന്ന ശാന്തിയുണ്ട്. പുറത്ത് കുറേ കാരണങ്ങൾ ഇങ്ങനെ സങ്കടപ്പെടാനും വിഷമിക്കാനും ഭാരപ്പെടാനും ക്ഷുഭിതമാകാനും ഒക്കെ ഉണ്ട്. പക്ഷെ അകത്തെങ്ങാണ്ട് ശാന്തിയുണ്ട്. ആ ഇത്തിരി ശാന്തി എന്ന് പറയുന്നത് അതിലേക്ക് കുറുക്കുവഴികളൊന്നുമില്ല, ഈ ദൈവം തുറന്നു തരുന്ന ജ്ഞാനമല്ലാതെ. അപ്പോൾ ഇതായിരുന്നു ഈശോയുടെ പെന്തക്കോസ്താനുഭവം. അങ്ങനെ അതിനെ വിശേഷിപ്പിക്കാമെങ്കിൽ, ദൈവദൂഷണം അല്ലെങ്കിൽ ഈശോയുടെ ആ പരിശുദ്ധാത്മാ അഭിഷേകം എന്നൊക്കെ പറയുന്നത്. അതിനുശേഷം ആകാശം ഇങ്ങനെ പറഞ്ഞു, ഇതാ ഞാൻ സംപ്രീതനായിരിക്കുന്ന എൻ്റെ ദാസൻ. സ്വർഗം നിങ്ങളെ നിരീക്ഷിച്ചിട്ട്, നിങ്ങൾ അടിമുടി പഠിച്ചിട്ട്, നിങ്ങൾ ഓരോ രോമകൂപങ്ങളെയും ഇങ്ങനെ പരിശോധിച്ചിട്ട് പറയുകയാണ്, ഞാൻ സംപ്രീതനായിരിക്കുന്ന എൻ്റെ ദാസൻ. അപ്പോൾ അനോയിൻറ്റിങ് എന്ന് പറയുന്ന, അഭിഷേകം എന്ന് പറയുന്ന അനുഭവത്തെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഒന്ന് കൺക്ലൂഡ് ചെയ്യാവുന്നേ ഉള്ളൂ. ജ്ഞാനത്തിലേക്ക് തുറന്നു കിട്ടുന്നവരോ. അതുകൊണ്ടാണ് ഇവർ ഏത് ഭാഷ പറഞ്ഞാലും ആൾക്കാർക്ക് മനസ്സിലാവുക. പിന്നെ ഇവർ പുലർത്തുന്നൊരു ശാന്തി നമുക്കറിയാം. പിന്നീട് ഇവർക്ക് ഭയമില്ല. എന്നാൽ ഭയപ്പെടാൻ മാത്രം കാരണങ്ങളുള്ള ഒരു കാലത്തിലേക്കാണ് അവർ നടക്കാൻ പോകുന്നത്. ഈശോ തന്നെ പറയുന്ന കണക്ക് ഇങ്ങനെ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരാടുകളെ കണക്ക് ഞങ്ങൾ അയക്കുക. എവരിത്തിങ് ആൻഡ് എവരിബഡി ഈസ് അഗെയിൻസ്റ്റ് യു. എന്നിട്ട് ഈ മനുഷ്യർക്ക് ഭയമില്ല. പിന്നീട് മുഴുവൻ വായിച്ചു കേൾക്കുന്നുണ്ട്, നമ്മൾ ഈ മനുഷ്യരൊക്കെ എന്ത് തലയെടുപ്പോടു കൂടിയാണ് നീതിപീഠങ്ങൾക്ക് മുമ്പ് നിൽക്കുക, എന്ത് തലയെടുപ്പോടുകൂടിയാണ് മനുഷ്യ കലറിയുമ്പോൾ നിൽക്കുക, കൊലമരങ്ങൾ കൊടുക്കുമ്പോൾ നിൽക്കുക. അപ്പം നിർഭയത്വത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നതൊക്കെ ഈശോ ഇടയ്ക്ക് പറയുന്നുണ്ട്. നിർഭയത്തിൻ്റെ ആത്മാവ്. അതൊക്കെ ഈ അകത്തെങ്ങാണ്ട് ഒരു പ്രാവ് കുറുകുന്നതുകൊണ്ട്, അകത്ത് ഈ പ്രാവ് കുറുകുന്നത് കൊണ്ട് പതുക്കെ ഒരു ശാന്തി ഉള്ളിലേക്ക് വരുന്നുണ്ട്. പിന്നെ വലിയൊരു ഉറപ്പുണ്ട്, വലിയൊരു അഷുറൻസ് ഉണ്ട്. എന്താണ്? എല്ലാത്തിനെയും പരിശോധിക്കുന്ന, എല്ലാത്തിനെയും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, വീക്ഷിക്കുന്ന ആ തമ്പുരാൻ എൻ്റെ മേൽ സംപ്രീതനാണ്. അതിനേക്കാൾ വലിയൊരു അഷുറൻസ് ഇവർക്ക് ആവശ്യമില്ല. അങ്ങനെ എവിടെങ്കിലുമൊക്കെ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുമെങ്കിൽ ആ ജീവിതത്തെ വിളിക്കേണ്ട വാക്കാണ് പെന്തക്കോസ്ത അനുഭവം. ഈ പെന്തക്കോസ്ത അനുഭവം നമുക്കറിയാം ഈ ഒരു ദിവസം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ആ 4-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്, ഒരു പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ്. അപ്പോൾ പെട്ടെന്ന് വീണ്ടും വായിച്ച് കേൾക്കുന്ന അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിടം ഇങ്ങനെ കുലുങ്ങാൻ തുടങ്ങി. ക്ഷയിക്കണം. നമ്മൾ നിലവിൽ നിൽക്കുന്ന നമ്മുടെ സമ്പ്രദായങ്ങളെ, നമ്മുടെ മാമൂലുകളെ, നമ്മുടെ ചട്ടങ്ങളെയൊക്കെ അടിമുടി കുലുക്കുന്ന അനുഭവത്തിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് അഭിഷേകം ഓരോരുത്തരും ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മൂർച്ച, ശക്തി എന്നൊക്കെ നിങ്ങൾ നിനക്കുന്നതിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഈ പെന്തക്കോസ്ത ദിവസം തൊട്ട് വേണമെങ്കിൽ ചെയ്യാവുന്നൊരു കുഞ്ഞു കാര്യം,
ഞാൻ എൻ്റെ കേൾവിക്കാരോട് ഒന്ന് പറയുന്ന ഇതാണ്, നടപടി പുസ്തകം വായിച്ചു തുടങ്ങാം. അത് ഇനിയും വായിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മൾ വിളിക്കുന്നത് ഇങ്ങനെ അപ്പോസ്തലന്മാരുടെ നടപടി എന്നാണ്. ശരിക്കും അത് അപ്പോസ്തലന്മാരുടെ നടപടിയല്ല, പരിശുദ്ധാത്മാവിൻ്റെ നടപടി പുസ്തകം. ഓരോ താളിലും ഇങ്ങനെ അരൂപിയുടെ കാറ്റ് വീശുന്നുണ്ട്, ഓരോ വാക്കിൽ നിന്നും അരൂപിയുടെ തീനാളം ഉയരുന്നുണ്ട്. ആ പെന്തക്കോസ്താ ദിവസം തൊട്ട് വേണമെങ്കിൽ പതുക്കെ നമുക്ക് ഈ നടപടി പുസ്തകം വായിച്ചു തുടങ്ങാം. അതിൻ്റെ ഒടുവിൽ ഓരോരുത്തരും നിൽക്കുന്ന ഇടങ്ങളും വല്ലാതെ കുലുങ്ങി തുടങ്ങും. കാറ്റ് വീശും, പിന്നെ അവരുടെ ശിരസിനായി മുകളിലായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിനാളങ്ങൾ എഴുന്നേൽക്കും. കാറ്റ് ഞങ്ങളെ ചലിപ്പിക്കണമേ, കനലെ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആ വയോധികനായ ജോൺ 23 മാർപ്പാപ്പയോടൊപ്പം ചേർന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം, വാ, അടച്ചിട്ട കൊട്ടിയടച്ച ജാലകങ്ങളൊക്കെ തുറന്നിടുക, ദൈവത്തിൻ്റെ കാറ്റ് വീശട്ടെ, അകത്തെ പൊടിയൊക്കെ പുറത്തേക്ക് പോകട്ടെ, ഉള്ളിലേക്ക് നിറയെ വെളിച്ചം വരട്ടെ. ആമേൻ. ജീവിതം